അതെ, നമ്മൾ ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കുന്ന, നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മൾ ചേർത്ത് നിർത്തുന്നു ഒരു വ്യക്തി നമ്മളിൽ നിന്നും വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയില്ലേ? ഇല്ലേ? നമ്മൾ ഭ്രാന്തരായി പോവും, പട്ടുകുഴിയിലേക്ക് പോവും. വേദനകളുടെയും വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഒരു കുഴിയിലേക്ക് നമ്മളെ വീഴ്ത്തിയിട്ടാവും അവർ പോവുക. നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഓരോ ദിവസത്തെ ദിനചര്യകളും ഒക്കെ നമുക്ക് എന്തെന്നറിയാണ്ട് ഭ്രാന്തരെ പോലെ നമ്മളിരിക്കും. എന്ത് വേണം, എന്ത് ചെയ്യണം, ആരോട് പറയണം? നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവില്ല, നമ്മളെ അറിയാൻ ഒരാളുണ്ടാവില്ല. നമ്മൾ മരിച്ചാലോ എന്ന് വരെ ചിന്തിക്കുന്ന നിമിഷങ്ങളായിരിക്കും അത്. ഒന്ന് ഓർത്തു നോക്കി, നമ്മളെ ചതിച്ചു പോകുന്നവർക്ക് പോയാൽ മതി അല്ലേ? അവരൊരു സമയം തിരിഞ്ഞു നോക്കൂ. ഇത്രയും കാലം എന്നോടൊപ്പം എൻ്റെ പ്രയാസങ്ങളിലും എൻ്റെ സന്തോഷങ്ങളിലും എൻ്റെ എല്ലാ നിമിഷങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭർത്താവാണ് അല്ലെങ്കിൽ ഭാര്യയാണ്. ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ല. അഗാധമായ വേദനയിലേക്കാണ് ഞാൻ തള്ളിയിട്ടിട്ട് പോകുന്നതെന്ന് അന്നേരത്തെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അടുത്ത ഒരു പങ്കാളിയെ കണ്ടെത്തുന്ന അവർ ചിന്തിക്കാൻ നേരം കണ്ടെത്തുമോ? ഒരിക്കലുമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം. ചീട്ട് ചെയ്തു പോകുന്നവർ പോകട്ടെ അല്ലേ? നമ്മൾ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, സുഹൃത്ത് ബന്ധമാവട്ടെ, ഭാര്യാഭർത്തൃ ബന്ധമാവട്ടെ, ആരുമായാലും നമ്മൾ കൈപിടിച്ച് കയറുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കരുതിയിരിക്കുക, എന്നും നമ്മോടൊപ്പം ഉണ്ടാകുന്ന ഒന്നല്ലാതെ ഏത് സമയവും നമുക്ക് നഷ്ടപ്പെടാവുന്ന ഒന്നിനെയാണ് നമ്മൾ മുറുകെ പിടിച്ചതെന്ന്. എന്തിനെന്നറിയോ? അന്ന് നമ്മൾ വേദനിക്കാതിരിക്കാണ്. ഒരു ലിമിറ്റിൽ സ്നേഹിക്കുക, ലിമിറ്റിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നന്മയുണ്ടാകത്തുള്ളൂ അത്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? ജീവിക്കത്തില്ലേ? അങ്ങനെ കരുതുക. നമ്മളെ ചതിച്ചും വഞ്ചിച്ചും പോകുന്നവരെ ഒരിക്കലും നമ്മൾ അടുപ്പിക്കാതിരിക്കുക. അവരെ വെറുക്കുക പരിപൂർണമായിട്ട്. ആജന്മ ശത്രുക്കളായിട്ട് കാണുക. എന്തിനെന്നറിയോ? നമുക്ക് അവരോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, മനസ്സ് നിറയെ അവരോട് സ്നേഹം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അവരെ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് അവരെ മറക്കാൻ ശ്രമിക്കുക. മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അതല്ലേ അതിൻ്റെ ശരി, അത് മാത്രമാണ് അതിൻ്റെ ശരി. അപ്പോൾ എല്ലാവരോടും